ഈശോ 3 മണിക്കൂർ കുരിശിൽ കിടന്നെന്നാണ് പറയുന്നത്. പക്ഷെ ഈ 3 മണിക്കൂർ ഇത്തിരി കൂടുതലല്ലേ? യഥാർത്ഥത്തിൽ സുവിശേഷം അനുസരിച്ച് ഈശോ 6 മണിക്കൂറുകൾ ക്രൂശിൽ കിടന്നു. അതായത് ഈശോയെ ക്രൂശിൽ തറയ്ക്കുന്ന സമയത്തെക്കുറിച്ച് വിശുദ്ധ മാർക്കോസ് 15:25 പറയുന്നത് 3-ാം മണിക്കൂർ ആയപ്പോൾ അവർ ഈശോയെ ക്രൂശിൽ തറച്ചു എന്നുള്ളതാണ്. ഈ 3-ാം മണിക്കൂർ എന്ന് പറയുന്നത് എബ്രായ സമയക്രമമാണ്. അതിനോടൊപ്പം ഒരു 6 മണിക്കൂർ കൂട്ടുമ്പോഴാണ് നമ്മുടെ സമയക്രമം കിട്ടുക. അപ്പോൾ രാവിലെ 9 മണി സമയത്ത് ഈശോയെ അവർ ക്രൂശിൽ തറച്ചു എന്നാണ് മാർക്കോസ് 15:25 പറയുക. അതും കഴിഞ്ഞിട്ട് 3 മണിക്കൂർ പിന്നിട്ടപ്പോൾ, അതായത് 6-ാം മണിക്കൂർ ആയപ്പോഴത്തേക്കും ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ ഒരു ചോദ്യമുണ്ട്, ഈ അന്ധകാരം എത്ര മണിക്കൂർ ഉണ്ടായിരുന്നു? അന്ധകാരവും 3 മണിക്കൂർ ഉണ്ടായിരുന്നു. ഈ മാർക്കോസിന്റെ സുവിശേഷം 15:33 നമ്മളോട് പറയുന്നത് 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചു. അതായത് 3 മണിക്കൂർ സമയം. അതായത് 6 മണിക്കൂർ ഈശോ കുരിശിൽ കിടക്കുന്നു, ആ 6 മണിക്കൂറിൽ 3 മണിക്കൂർ അന്ധകാരമായിരുന്നു. അതായത് നമ്മളുടെ സമയക്രമം അനുസരിച്ച് ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചു എന്നാണ് മാർക്കോസ് 15:33 പറയുക. അപ്പോൾ രാവിലെ 9 മണിക്ക് ഈശോനെ കുരിശിൽ തറയ്ക്കുന്നു. അതെ. 12 മണി വരെ അത് നീളുന്നു. അതെ. 12 മണിക്കാണ് അന്ധകാരം വ്യാപിക്കുന്നത്. 3 മണി വരെ നീളുന്നു. അത് കഴിഞ്ഞിട്ട് ഈ 9-ാം മണിക്കൂർ ആയപ്പോഴത്തേക്കും ഈശോ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് മരിച്ചു എന്നാണ് പറയുക. അതായത് നമ്മുടെ സമയക്രമം അനുസരിച്ച് വൈകിട്ട് 3 മണി സമയത്ത് ഈശോ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് മരണമടഞ്ഞു. അതായത് അന്ധകാരം തീരുന്ന സമയമായിരുന്നു.